ഹല്ലേലൂയ. കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. നാം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അഥവാ മുന്തിരിവള്ളിയുടെ നീര് കൊമ്പുകളിലേക്ക് ഒഴുകി അവയ്ക്ക് ജീവൻ നൽകുന്നത് പോലെ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മിലേക്ക് ഒഴുകി നമുക്ക് ആത്മീക ജീവൻ നൽകുകയാണ് ചെയ്യുന്നത്. അതാണ് ക്രിസ്തുവിൽ വസിക്കുന്നതിലൂടെ സംഭവിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് കടന്നു വരുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം. വാഗ്ദത്തങ്ങളും വ്യവസ്ഥകളുമാണത്. നാം വ്യവസ്ഥ നിറവേറ്റിയാൽ കർത്താവ് വാഗ്ദാനം നിറവേറ്റും എന്നതാണ് അവിടുത്തെ മുഖ്യ വിഷയം. വ്യവസ്ഥ കൂടാതെ ഒരു വാഗ്ദാനവും ദൈവം നൽകുന്നില്ല. ഒരാൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ദൈവം അവന്റെ അപേക്ഷ നിറവേറ്റും എന്നാണ് മർക്കോസ് 11:24 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒരാൾ മറ്റുള്ളവരോട് ക്ഷമിച്ചാൽ ദൈവം അയാളോട് ക്ഷമിക്കും എന്നാണ് മത്തായിയുടെ സുവിശേഷം 6:14 നമ്മോട് പറയുന്നത്. ഒരാൾ ദൈവത്തോട് അടുത്ത് ചെന്നാൽ ദൈവവും അവനോട് അടുത്ത് ചെല്ലും എന്നാണ് യാക്കോബിന്റെ ലേഖനം 4:8 വ്യക്തമാക്കുന്നത്. അപ്പോൾ വ്യവസ്ഥയോടുകൂടിയ വാഗ്ദത്തമാണ് ഈ ഭാഗങ്ങളെല്ലാം നമ്മെ മനസ്സിലാക്കി തരുന്നത്. ദൈവത്തിൽ വസിപ്പാനുള്ള ബോധം മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ആ മാതാപിതാക്കൾ നൽകിയതല്ല, അവർ ശരീരം മാത്രമാണ് നൽകുവാനായിട്ട് ഇടയായി തീർന്നത്. ഈശ്വരബോധം ദൈവത്തിന്റെ അംശമാണ് എന്നാണ് ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത്. അവ സ്വതന്ത്രമാണ്. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം എടുത്താലും പൂർണ്ണം നിലനിൽക്കുന്നു എന്നതാണ് ആ തത്വം. മാതൃശരീരത്തിൽ ശരീരം ഉളവാകും, എന്നാൽ ദൈവമാണ് മനുഷ്യനിൽ ആത്മാവിനെ സൃഷ്ടിച്ചത് എന്ന് ദൈവത്തിന്റെ വചനം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും കാണുവാൻ കഴിയും. ആ കാന്തത്തിനോട് ഒട്ടിയിരിക്കുന്ന ഇരുമ്പ് കാന്തമാകുന്നത് പോലെ ദൈവത്തോട് ഒട്ടിയിരിക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തിന്റെ അംശം അല്ലെങ്കിൽ അംശാവതാരമാണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. തന്മൂലം ദൈവത്തിൽ നങ്കൂരം ഉറപ്പിച്ചുകൊണ്ട് വേണം ഓരോ മനുഷ്യനും ജീവിക്കേണ്ടത് എന്നതും ദൈവവചനം വ്യക്തമാക്കുകയാണ്. ലോക ജനസംഖ്യയില് ഈ നിർവ്വാണം പ്രാപിച്ച അല്ലെങ്കിൽ അതിന്റെ ശതമാനം എടുത്താൽ വെറും 10% മാത്രമായിരിക്കും. ബാക്കി 90% ആളുകളും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ആ വ്യവസ്ഥാപിതത്തിന്റെയും അല്ലെങ്കിൽ പാർട്ടി ചട്ടങ്ങളുടെയും ആ ഇരുട്ടറകളിൽ കഴിയുന്നവരാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ചില വ്യവസ്ഥാപിത മതത്തിന്റെയും മറ്റുമൊക്കെ അങ്ങനെയുള്ളതാകുന്ന ചട്ടക്കൂടുകളില് അവര് ആയിരിക്കുന്നതാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവത്തിൽ വസിക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ദൈവത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ദൈവികമാകുന്ന സ്വഭാവവും ആ താഴ്മയും ആ വിനയവും അല്ലെങ്കിൽ മറ്റുള്ളവരെ ശ്രേഷ്ഠത എണ്ണുവാനുള്ളതാകുന്ന ആ അനുഭവങ്ങളും അതെല്ലാം ദൈവത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നതും വളരെ വ്യക്തമാണ്. അതുകൊണ്ട് നാം യഥാർത്ഥമായിട്ട് ദൈവത്തിൽ ആണോ വസിക്കുന്നത് എന്ന് തിരുവചനാടിസ്ഥാനത്തിൽ നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ട് ഓരോ ദിവസവും മുൻപോട്ട് പോകുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. യേശു
Thank you.